അമ്മയ്ക്ക് ബ്ലഡ് വേണം, അത്യാവശ്യമായിട്ട് ചോര വേണമെന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ട് അവിടെ ഓടി വന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രമുഖ തറവാടുണ്ട്, കൊന്നക്കാട്ടിൽ തറവാടെന്നാണ് പേര്. കൊന്നക്കാട്ടിൽ തറവാട്ടിൽ അബ്ദുൾ ഖാദർ ഹാജി എന്ന് പറഞ്ഞ നല്ല മനുഷ്യനുണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൾ റസാഖാക്കയാണ് ആദ്യം ഓടി വന്നേ. റസാഖാക്ക ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ ടീച്ചർക്ക് എന്റെ ബ്ലഡ് എടുക്കുള്ളൂ, എന്റെ അമ്മ പഠിപ്പിച്ചതാ. റസാഖാക്കന്റെ ബ്ലഡ് എടുത്തു, ഒരു കണ്ടെയ്നറിലാക്കി ആ ഒരു കുപ്പി ബ്ലഡ് ആ ട്യൂബിലൂടെ എന്റെ അമ്മയുടെ ശരീരത്തിലേക്ക് കയറ്റുകയാണ്. ബ്ലഡ് ഇറങ്ങി വന്നു ഇവിടെ എത്തി. എന്റെ അമ്മയുടെ ശരീരത്തിൽ കയറണം. ഇവിടെ എത്തിയപ്പോ അതോടെ സ്റ്റക്കായിട്ട് നിന്നു. ഇതെങ്ങനെ കയറും? റസാഖിന്റെ ചോരല്ലേ, ഇത് നാൻ ടീച്ചറുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ആ ബ്ലഡ് അവിടെ സ്റ്റക്കായി നിന്നിട്ടില്ല, മനോഹരമായിട്ടാണ് കയറിപ്പോയത്. ഇപ്പോഴും ആ ചോര കൊണ്ടാണ് എന്റെ അമ്മ ഓടിക്കൊണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞത്, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യൻ ഒന്നാണ്. ചോരയ്ക്ക് ജാതിയില്ല, മതമില്ല. ചിറമലച്ചന്റെ തൃശ്ശൂരിലുള്ള ചിറമലച്ചന്റെ വൃക്ക കിഡ്നി വർക്ക് ചെയ്യുന്നത്, അതിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വേലായുധന്റെ ശരീരത്തിലാണ്. ഇതൊരു ക്രിസ്ത്യാനി അച്ഛന്റെ ഒരു കിഡ്നി അല്ലേ, ഇത് എങ്ങനെ വേലായുധന്റെ ശരീരത്തിൽ വെക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് പുക വലിക്കാനോ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനോ ആരും നമ്മളെ പ്രേരിപ്പിച്ചാലും ഈ വിദ്യാലയത്തിലെ ഒരു കുട്ടി പോലും അതിന് തയ്യാറാവാതെ നോ പറയാൻ അതിനുള്ള ആർജവം കാണിക്കണം മക്കളെ. 15-ാം വയസ്സിൽ, 12-ാം വയസ്സിൽ, 10-ാം വയസ്സിൽ, 7-ാം വയസ്സിൽ, 8-ാം വയസ്സിൽ ആർജവം നമ്മൾ കാണിച്ചാൽ നാളെ മലപ്പുറത്തിന്റെ അഭിമാനം ഷിഹാബ് സാറിനെ പോലെ, അജിത ബീഗം മാഡത്തെ പോലെ, ശ്രീധന്യ മാഡത്തെ പോലെ മലപ്പുറത്തിന്റെ അഭിമാനമായ എന്റെ കുഞ്ഞുമക്കൾക്ക് വളരാൻ കഴിയും. അത്തരത്തിലൊരു ആർജവമുള്ള നല്ല വ്യക്തിത്വങ്ങളായി എന്റെ കുഞ്ഞുങ്ങൾ മാറട്ടെ. ഈ കേൾക്കുന്ന ക്ലാസുകൾ, ഞാൻ വീണ്ടും പറയാം, വിദ്യാഭ്യാസം എന്നാൽ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ പ്രായോഗിക ജീവിതം വരുമ്പോ, ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോ അത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. നല്ല തീരുമാനമെടുക്കാൻ നമ്മൾ കഴിയണം. നല്ല ലക്ഷ്യബോധത്തോടെ വളരാൻ നമുക്ക് കഴിയണം. വിദ്യാഭ്യാസ കാലഘട്ടം, ഞാൻ ഒരു പടി കൂടി മുന്നോട്ട് പറഞ്ഞാൽ, വിദ്യാഭ്യാസ കാലഘട്ടം ഒരു ഫുട്ബോൾ കോർട്ടിലെ പ്ലെയേഴ്സിനെ പോലെയാണ്. നമുക്ക് ഒരു ഫുട്ബോൾ കോർട്ടിലെ പ്ലെയേഴ്സിനെ പോലെയാണ് മക്കളെ. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള ഈ ബോള് ഗോൾ പോസ്റ്റ് നോക്കിയടിക്കാം. നിങ്ങളുടെ ജീവിതം ഈ നമ്മുടെ വലയത്തിന് പുറത്തേക്ക് നമുക്ക് അടിച്ച് നമ്മുടെ ജീവിതവും പാഴാക്കാം. ബോൾ ഇപ്പോ എന്റെ മക്കളുടെ കോർട്ടിലാണ്, ബോൾ ഇപ്പോ നിങ്ങളുടെ കോർട്ടിലാണ്. ഗോൾ പോസ്റ്റ് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ജിമ്മിനുണ്ടായി. അപ്പൊ ഇവര് രണ്ടുപേരും ഏറ്റവും നല്ല ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല സവിശേഷങ്ങൾ തീരുമാനമെടുക്കാനുള്ള കഴിവാണ്, ഇച്ഛാശക്തിയാണ്, വിൽ പവറാണ്. അതാണ് നമ്മുടെ ജിമ്മ് കാണിച്ചത്. തന്റെ ആത്മമിത്രം എത്ര ബലമായി പിടിച്ചവനെ വലിച്ചിട്ടും അവൻ പോവാൻ തയ്യാറായില്ല. എത്ര ബലമായി പിടിച്ച് ജിമ്മിനെ ടോം വലിച്ചിട്ടും ജിമ്മ് പോകാൻ തയ്യാറായില്ല. അവിടെ ജിമ്മ് നോ പറഞ്ഞു. ജിമ്മിനെ പോലെ നമ്മള് ഇവിടെ വന്നതിന് മക്കൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കുറച്ച് സമയമുള്ളൂ. അവിടെ ഓഫീസർമാരുടെ കൂടെ മേലുദ്യോഗസ്ഥന്മാരുടെ കീഴിൽ ജോലി ചെയ്തതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ ഭാവിയിൽ സാറ് പറഞ്ഞ പോലെ വലിയ വലിയ പദവിയിൽ എത്തേണ്ട ആൾക്കാർ കൂടിയാണ് എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ എക്സൈസ് പോലെയും പോലീസ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മുന്നോട്ട് കൊണ്ട് കർശനമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ എക്സൈസ് മേഖലയിൽ മലപ്പുറം ജില്ലയില് ഇന്ന്. എന്റെ അമ്മയ്ക്ക് 79 വയസ്സുണ്ട്. മക്കൾ കേട്ടോ, 79 വയസ്സ്. അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റാണ്. ഈ ആമാശയം അറിയാലോ, ആമാശയം ഇല്ല. ഒരു 10%, 90% ആമാശയം എടുത്തിട്ടുണ്ട്. വലിയ സർജറിയാണ്. ഇവിടുന്ന് നിങ്ങൾ പഠിക്കുന്ന മോറൽ സ്റ്റോറീസും നിങ്ങൾ പഠിക്കുന്ന ശാസ്ത്ര സാമൂഹിക വിഷയങ്ങളും ഒക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നതാണ്. എന്റെ മക്കളെ, ടോമ് എത്ര ബലമായി, എന്റെ ആത്മമിത്രമാണ്, ബലമായി പിടിച്ചു വലിച്ചിട്ടും ഈ ചങ്ങാതി പോകാൻ തയ്യാറായില്ല. നമുക്ക് ലഹരി മാഫിയ, നമുക്ക് ഇവിടുത്തെ മോശം മാഫിയ നിങ്ങൾ എത്ര പ്രേരിപ്പിച്ചാലും, എത്ര ബുദ്ധിമുട്ടിയാലും, എത്ര നിങ്ങളെ ബലമായി പിടിച്ചു വലിച്ചാലും അവിടെ നോ പറയാൻ നമ്മള് ധൈര്യം കാണിക്കണം. അതാണ് വിദ്യാഭ്യാസം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ലഹരി വിരുദ്ധ
പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ലഹരിയെ പറ്റിയുള്ള ഭവിഷ്യത്തുകൾ, നിങ്ങൾ പഠിക്കുന്ന നല്ല നല്ല റോൾ മോഡൽസിന്റെ കഥകളൊക്കെ കേട്ട് പ്രായോഗിക ജീവിതം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്രഷർ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ നോ പറയാനുള്ള ആർജവം കാണിക്കണം. ഈ സ്കൂളിലെ MM സ്കൂളിലെ കുട്ടികൾ അതിനുള്ള തന്റെ ഇടം കാണിക്കണം. നോക്കുക, ഞാൻ എന്റെ കഥ മറ്റൊരാളുടെ പേര് ജിമ്മും ടോമും നിങ്ങളെപ്പോലെ തന്നെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള നന്നായി പഠിക്കുന്ന ഭാരവാഹികളെ, അധ്യാപകരെ,